അഴക് 2K26 ഉപഹാര സമർപ്പണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് വടക്കാഞ്ചേരിയുടെ പ്രിയങ്കരനായ MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി അവർകളാണ്. നമ്മുടെ നാടിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്ന, എല്ലായ്പ്പോഴും സാധാരണക്കാരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. നമ്മുടെ സ്കൂളിൻ്റെ ഓരോ ചെറിയ ആവശ്യങ്ങളിൽ പോലും വലിയൊരു പിന്തുണയായി അദ്ദേഹം എപ്പോഴും കൂടെയുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും കലാകാരന്മാരുടെയും ഉന്നമനത്തിന് അദ്ദേഹം നൽകുന്ന ഊർജം എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. അഴകിൻ്റെ ഈ രാവിനെ അങ്ങയുടെ വാക്കുകളാൽ ധന്യമാക്കാൻ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. Today is a proud moment for us as we are blessed with the presence of the distinguished leader who is serving the people with clear vision and mission. It is his heartwarming smile is always a motivation for the entire audience. We are honored to welcome the Honorable Sri Sèviyar Chittilappilly, MLA Vadakkanceri Constituency. I take the privilege to invite Sri Sèviyar Chittilappilly to honor the retiring teachers. Let's welcome Sri Sèviyar Chittilappilly with a big round of applause. പ്രിയപ്പെട്ടവരെ, അഴക് 2026 വല്ലാതെ അഴകായിട്ടുണ്ട്, ഗംഭീരായിട്ടുണ്ട് അല്ലേ? ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ നേരത്തെ ഞാൻ വേദിയിലിരിക്കുന്ന ഓരോരുത്തരെ വീണ്ടും വീണ്ടും സംബോധന ചെയ്യുന്നില്ല, ക്ഷമിക്കില്ലേ? എൻ്റെ ഒരു ഓർമ്മയിൽ എന്ന് പറഞ്ഞാൽ ഗേൾസ് ഹൈസ്കൂളിൽ ഇങ്ങനെ വൈകുന്നേരം പൂർണ്ണമായിട്ട് എടുത്ത് ഒരു ആനുവൽ ഡേ മുമ്പ് നടന്നിട്ടുണ്ടോ? ചന്ദ്രശേഖരൻ മാഷ് വിധി എഴുതി ഇല്ല. അപ്പം മാഷ് ചൂരിലെടുക്കാതെ രാത്രിയിൽ ഇത് നടത്താൻ കഴിയുന്നിടത്തേക്ക് നാട് മാറി എന്നതാണ്. ചെറിയ കാര്യമല്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഞാൻ പറയുമ്പോൾ ഞാൻ ഈ വിദ്യാലയത്തിലൊരു പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? എത്ര പേര് വിശ്വസിക്കും? ഞാനിപ്പോൾ ഇവിടെ വൈശാഖനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു നെറ്റിച്ചുളിച്ചില്. അതായത് അപ്പം ഞാൻ ഇവിടെ ഈ ഗേൾസ് LP സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർന്നു. അന്ന് ശാസ്ത്രി മാഷാണ് HM. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ചേച്ചി ഇവിടെയാണ് പഠിക്കണത്. അപ്പോൾ അനുജനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഈ LP സ്കൂളിൽ ചേർക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ബോയ്സ് LPയിലേക്ക് പോയി. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥിയുടെ ഗണത്തിൽപ്പെടും. ഇപ്പോൾ നേരത്തെ ഇവർ പറഞ്ഞു. അപ്പോൾ ഇവിടെ അന്ന് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഷിഫ്റ്റ് സമ്പ്രദായമായിരുന്നു. എന്ന് പറഞ്ഞാൽ എണ്ണം കൂടി ക്ലാസ് ഷിഫ്റ്റായി, രാവിലെയും വൈകിട്ട് 2. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ക്ലാസ്സിനെ അവിടേക്ക് മാറ്റണം. എവിടേക്ക്? ഈ ഷിഫ്റ്റ് അവസാനിപ്പിക്കാൻ ഈ സംവിധാനത്തെ കൂടി പ്രയോജനപ്പെടുത്തണം എന്ന് പറഞ്ഞ് പിന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ്റെ ഭാഗമായി സമരം നടത്തുകയും ഒരു ഘട്ടത്തിൽ പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അജയകുമാർ MP ആയിരിക്കുമ്പോഴാണ് MP ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ ഈ ആനപ്പറമ്പ് സ്കൂളിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ LPയെ മാറ്റി സ്ഥാപിക്കുന്നത്. ഇപ്പോൾ ആ LP സ്കൂളൊന്ന് കാണേണ്ടതാണ് അല്ലേ മാഷേ? 2 മാഷന്മാരുണ്ട്, ടീച്ചർമാരുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാഷെ വിളിക്കണം. എന്താ വെച്ചാൽ മാഷ് ബോയ്സിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, അപ്പം ഇന്ന് ഈ വിദ്യാലയത്തിൻ്റെ മുഖച്ഛായ അല്ലേ? ഇപ്പം ഇവിടെ നിന്ന് സ്റ്റേജ് ഇട്ടപ്പോൾ എന്തൊരു ലുക്കാ! ആ കുന്നുംപുറത്തെ ഗാലറി ഒന്നും ഒഴിവായിട്ടുണ്ട്. അല്ല, അത് മോശമല്ല, അന്നത്തെ സാഹചര്യത്തിൽ അത് ഗംഭീരമാണ്. അപ്പം നമുക്ക് ഇതിനൊരു നല്ല ഓപ്പൺ ഓഡിറ്റോറിയം വേണ്ടേ? വേണോ? ഇതുപോലൊരു സ്റ്റേജും അങ്ങോട്ട് തിരിച്ച് അല്ലേ ഒരു ഓപ്പൺ ഓഡിറ്റോറിയവും വേണം, വേണ്ടേ? അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് മച്ചാട് സ്കൂളിലേക്ക് പോയ ടീച്ചർ തലാട്ടുണ്ട്, അവിടെ ഒരെണ്ണം വേണമെന്നാണ് ഈ പറയണേ. അത് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ബോയ്സ് ഹൈസ്കൂളിലേക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറയാൻ ശ്രമിച്ചത്, ഇവിടെ വിദ്യാലയത്തിൻ്റെ മുഖച്ഛായ മാറുന്നു എന്ന് പറയുമ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ
കുറച്ച് വർഷങ്ങളായി നടന്ന വലിയ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ കെട്ടിടം പണിതത്. അപ്പുറത്ത് ഇപ്പോൾ ഒരു നില കൂടി MLA എന്ന നിലയിൽ ആസ്തി വികസന ഫണ്ട് നൽകിക്കൊണ്ട് അവിടെ ഏകദേശം 99.50 99.5 ലക്ഷം രൂപയ്ക്ക് അത് പണിയുന്നുണ്ട്. ഈ കവാടം അത് പിന്നെ മതിലും കവാടവും ചേർന്ന് ഒരു 6.5 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ പണിതത്. അങ്ങനെ പടിപടിയായി മുഖച്ഛായ മാറുന്നു. ആ മുഖച്ഛായയിലേക്ക് ഗംഭീര ഒരു ഓഡിറ്റോറിയം കൂടി കടന്നു വരേണ്ടതുണ്ട്. അതൊരു തുടർച്ചയുടെ ഭാഗമായി രൂപപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ് എന്ന് സൂചിപ്പിക്കുക. കാരണം ഇവിടെ നിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ ഏകദേശം 5000 കോടി രൂപയാണ് പിന്നെ വിദ്യാലയങ്ങളുടെ, ഞാനിവിടെ വിദ്യാർത്ഥികളൊക്കെ തന്നെ മേക്കപ്പും മറ്റു കാര്യങ്ങളൊക്കെയായി സഞ്ചരിക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബോയ്സ് ഹൈസ്കൂൾ ആയാലും ഗേൾസ് ഹൈസ്കൂൾ ആയാലും ബോയ്സ് LP ആയാലും ഗേൾസ് LP ആയാലും പരുത്തിപ്പറയായാലും അപ്പുറത്ത് പുതുരുത്തി ആയാലും നമ്മുടെ മച്ചാടായാലും ഒക്കെ മുഖച്ഛായ മാറുന്നത് അവിടേക്ക് നിക്ഷേപിക്കുന്നത് കൊണ്ടാണ്. ആ നിക്ഷേപം എന്താണ്? എല്ലാം ലാഭകരമാക്കുക എന്നിടത്ത് നിന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ 2 സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഓരോരുത്തരും അങ്ങനെ രൂപപ്പെടുന്നതിൽ പൊതുവിദ്യാഭ്യാസം നൽകിയ വലിയ ഒരു സംഭാവനയുണ്ട്. അത് ചെറിയ കാര്യമല്ല അല്ലേ? എല്ലാവരും ചേർന്ന്, എനിക്ക് ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ നോക്കുമ്പോൾ വടക്കാഞ്ചേരിയിലെ മിക്കവാറും ഒരു പിന്നെ എൻ്റെ പ്രായത്തിലുള്ളവർ, അങ്ങനെ പറയണമല്ലോ അല്ലേ, എല്ലാവരും സഹപാഠികളാണ്. എന്താ കാരണം? അവരൊറ്റ വിദ്യാലയം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും അവിടെ വരണം, അതാണ്. അപ്പോൾ എല്ലാവരും സഹപാഠികളാവും. ഇന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്ക് പോയി. ആ പോയതാകെ പെശക് എന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ നമ്മുടെ പിന്നെ എന്താ പറയുക, ഓർമ്മകളെ പങ്കുവയ്ക്കാൻ കഴിയുന്ന, അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജനറേഷൻ നമുക്ക് നിലനിൽക്കുക തന്നെ വേണം എന്നതാണ്. ഒപ്പം തന്നെ എന്താ, അവരെല്ലായിടത്തേക്കും പറന്നു തന്നെ പോകണം അല്ലേ? പറന്നു പോകണമെങ്കിൽ എന്ത് വേണം? അടിസ്ഥാനപരമായ സാഹചര്യം പണം കൊടുക്കാതെ ലഭിക്കണം. നമ്മൾ പലപ്പോഴും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ പണം കൊടുത്ത് പഠിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തിനിടയിൽ പണമില്ലാത്തവനും ഈ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന നിലയിൽ, ഇപ്പോൾ ഇവിടുത്തെ ലാബിനെ കുറിച്ച് പറഞ്ഞു. ബോയ്സ് ഹൈസ്കൂളിലെ ലാബിന് വേണ്ടി മാത്രമാണ് 3 കോടി രൂപയുടെ ഒരു കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്, ഹയർ സെക്കൻഡറി സംവിധാനത്തിന്. ഇവിടെയും സൗകര്യങ്ങളുടെ വർധനവിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതു നിലപാടനുസരിച്ച് ഗേൾസ് ബോയ്സ് എന്നൊന്നും പറഞ്ഞ് അങ്ങനെ അല്ലേ തിരിക്കേണ്ടതില്ല എന്നാണ്. ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത് ആ നിലയിലൊരു മാറ്റം. ഇപ്പോൾ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിനെയാണ് നമ്മളിപ്പോൾ സമീപിക്കുന്നത്. ഗേൾസ് LPയോടനുബന്ധിച്ചുള്ള സ്ഥലത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം നമ്മുടെ പെൺകുട്ടികൾക്ക് കൂടി എല്ലാ അർത്ഥത്തിലും നമുക്ക് നന്നായി ഇൻഡോർ സ്റ്റേഡിയത്തെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ വടക്കാഞ്ചേരിയിലെ വ്യത്യസ്ത സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പഠന നിലവാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഗേൾസ് ഹൈസ്കൂൾ എന്ന് പറയുന്നത് അങ്ങനെ തോൽക്കുന്നവരുടെ പട്ടികയിൽപ്പെട്ട വിദ്യാലയമേ അല്ല എന്ന് തെളിയിക്കാൻ ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, അതുപോലെ തന്നെ പിന്നെ കുട്ടികളുടെ വലിയ പ്രയത്നമുണ്ട്. നമുക്കറിയാം എല്ലാ മേഖലയിലും ഈ വിദ്യാലയത്തെ പിന്നെ ഉയർത്തുന്നതിന് വേണ്ടി നടത്തുന്ന വലിയ പരിശ്രമം, ആ പരിശ്രമം തന്നെയാണ് അല്ലേ മറ്റ് പല വിദ്യാലയങ്ങളെയും ഒരുപക്ഷെ ആ നിലയിൽ തന്നെ വെല്ലുവിളിക്കാവുന്ന രീതിയിൽ ഈ ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഈ ആനുവൽ ഡേ സംഘടിപ്പിച്ചിട്ട് ആ സംഘാടനത്തിന് ഒരു വലിയ കയ്യടി നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തുടരാൻ കഴിയട്ടെ. നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാം. ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. ഇവിടെ നമ്മുടെ അധ്യാപകർ 4 പേരാണ് അല്ലേ ഇന്ന് വിരമിക്കുന്നത്. ഈ പ്രവർത്തനത്തിന് വലിയ നേതൃത്വം നൽകിയ നമ്മുടെ പിന്നെ ജയശ്രീ ടീച്ചർ, അതുപോലെ തന്നെ ഷാരി ടീച്ചർ, ഒപ്പം തന്നെ പിന്നെ ലതീറ ടീച്ചർ, അതുപോലെ തോബിയാസ് മാഷ്, ഇങ്ങനെ 4 പേര്. അവർ നമുക്കറിയാം
പ്രായത്തിൻ്റെ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അവർ ഇന്ന് പിന്നെ നമ്മളിൽ നിന്ന് ഇന്ന് അല്ലെങ്കിൽ പോലും നമ്മൾ ഇന്ന് അവരെ ആദരിച്ച് പിന്നെ അവർ പിന്നെ വിടവാങ്ങുന്നു എന്ന് പറയുന്നത് അവർ സമൂഹത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ കൂടുതൽ കരുത്തരായി ശോഭിക്കാൻ ഇട നൽകട്ടെ എന്നുകൂടി ഈ ഘട്ടത്തിൽ ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.